രോഹിത്തെ, ഹേമ കമ്മിറ്റി ഇപ്പോൾ അത് തന്നെയാണ് ചർച്ചാ വിഷയം. മറ്റൊന്നിലോട്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ പോകണ്ട. ഈ എല്ലും കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ കടിച്ചു കീറുന്നത് പോലെയാണ് മാധ്യമങ്ങളെല്ലാം അതിൻ്റെ പുറകെ പോകുന്ന ഒരു രീതി തന്നെയാണ് കാണുന്നത്. പക്ഷേ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പലരും ആക്ഷേപിക്കുന്നത് മുത്തുച്ചിപ്പി ഇതിനേക്കാൾ ഭേദമായിരുന്നു എന്നുള്ളത്. അതായത് മുത്തുച്ചിപ്പിയേക്കാൾ ഭേദമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. കാരണം അത്രത്തോളം സോറി രോഹിത്തിന് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാനത് തിരിച്ചെടുത്ത് ഞാൻ കുറച്ചുകൂടെ പഠിച്ചിട്ട് അതിനെക്കുറിച്ച് പറയാം. എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അതിനിടയിൽ ഇന്നലെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ തിളയ്ക്കുന്ന രക്തം നമ്മുടെ സുജയ പാർവതി ഏതോ ഒരു സംവിധായകനോട് ചോദിച്ചപ്പോൾ സംവിധായകൻ തിരിച്ചു ചോദിക്കുന്ന കേട്ടു, നിങ്ങളുടെ ഫീൽഡിൽ ഇത്തരം കാര്യങ്ങളില്ലേ, ഇത്തരം ഈ പീഡനങ്ങളും അല്ലെങ്കിൽ ഈ ലൈംഗിക ചുവയോടുള്ള സംസാരങ്ങളൊന്നും ഇല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അഭിമുഖവും എഴുത്തു പരീക്ഷയും കഴിഞ്ഞാണ് ഇതിലേക്ക് വരുന്നത്, അങ്ങനെയുള്ളവർക്ക് ഈ സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളതാണ്. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ച് ദിവസം വയനാടിന് ശേഷം മാധ്യമങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം എല്ലാവരും മുതലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, എല്ലാവർക്കും അറിയേണ്ടത് ഈ 15 പേർ ആരൊക്കെയാണ്? ഈ 15 പവർ ഗ്രൂപ്പ്, 15 ഇക്ലി വീരന്മാരാണ് ഇതിലെ പ്രധാനപ്പെട്ട വില്ലന്മാരായി പറയുന്നത്. ഈ 15 വില്ലന്മാരായ ഇക്ലി വീരന്മാർ ആരൊക്കെയാണ്? രോഹിത്തിന് സിനിമാ മേഖലയുമായി ഒരുപാട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. കാരണം ഇടയ്ക്കൊരു ഡബ്ബിങ്, ഇടയ്ക്ക് സിനിമയിൽ ചെറിയൊരു മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട്. ഒരുപാട് സംവിധായകരുമായിട്ട് ബന്ധമുണ്ട് എന്ന് എനിക്കറിയാം. രാവിലെ ജോഷി സാറാണ് എന്നെ വിളിച്ചോണ്ടെത്തിയത്. ലാലേട്ടനാണ് പറഞ്ഞത് 10 മണിക്ക് കാണണമെന്ന്. മമ്മൂക്കൈയോട്ട് 1 മണിക്ക് മീറ്റിംഗ് ഉണ്ട്. പറഞ്ഞങ്ങ് കയറ്റി വെക്കാതെ ഈ 15 ഇക്ലിവീരന്മാർ ആരാണെന്ന് പറയാനുള്ള ധൈര്യം പോലും ഹേമ കമ്മിറ്റി പോലും കാണിക്കാത്ത സ്ഥിതിക്ക് തൽക്കാലം എനിക്ക് ആ ധൈര്യമില്ലായ്മയല്ല, അത് നമ്മൾ പറയുന്നത് ധാർമ്മികതയല്ല. ഇത് കഴിഞ്ഞ കാലാകാലങ്ങളായി, അതായത് 10 വർഷക്കാലങ്ങൾക്ക് മുമ്പ് തൊട്ട് കേൾക്കുന്ന പേരാണ്. ഇവിടെ ഒരു ബെൽറ്റ്, ഒരു മാഫിയ, ഒരു ടീം, മാഫിയ എന്ന് തന്നെ വിളിക്കാൻ പറ്റത്തില്ല. തിരുവനന്തപുരം മേഖലയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മലയാള സിനിമ പ്രവർത്തിക്കുന്ന സമയത്തുണ്ടായ ഇതിന് തിലകന്റെ മകൾ വിളിച്ചത് ഒരു നായർ ഗ്രൂപ്പ് എന്നാണ്. നായർ മാടമ്പിമാർ നയിക്കുന്ന ഒരു ഗ്രൂപ്പ് എന്നാണ്. കൊച്ചിയിലേക്ക് വന്നപ്പോഴത്തേക്ക് അത് മാറി. അത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞ ചർച്ചയിൽ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്ത് നമുക്കിത് ഒന്നുമല്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. 4.5 വർഷങ്ങൾക്ക് മുമ്പാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് വന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ 4.5 വർഷം കൊണ്ട് ഇത് ആർക്ക് വേണ്ടി പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. അതിൻ്റെ ഉത്തരവും ഈ 15 കമ്മിറ്റിയിൽ ഒരാൾ മന്ത്രിസഭയിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പറയപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടുമ്പോൾ മലയാള സിനിമയിൽ നിലനിന്നിരുന്ന അങ്ങനെയാണ് പറയേണ്ടത്, നിലനിന്നിരുന്ന ഒരു വലിയ ചൂഷണങ്ങളുടെ കഥയാണ്. ആ ചൂഷണങ്ങളുടെ കഥ മാറി തിരിച്ച് ചൂഷണങ്ങൾ തുടങ്ങി എന്നാണ് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, കഴിഞ്ഞ ഒരു 3-4 വർഷത്തെ കേസെടുക്കൂ, എത്രയോ മീറ്റു ആരോപണങ്ങൾ വന്നിരിക്കുന്നു, എത്രയോ പീഡന പരാതികൾ വന്നിരിക്കുന്നു. മലയാള സിനിമയിലെ നടനും പ്രൊഡ്യൂസറുമായിട്ടുള്ള ഒരാളെ മാധ്യമങ്ങൾക്ക് മുന്നിലൂടെ വലിച്ചടിച്ച് തെളിവെടുപ്പിന് കൊണ്ടുപോയ കഥയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികൾ മലയാള സിനിമയിലുണ്ടത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പണ്ട് ഇത് ഒളിച്ചും മറിഞ്ഞും ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത് തെളിഞ്ഞു ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അവർക്കിതൊരു പ്രശ്നമേ അല്ല. നോക്കൂ, ഒരു കാലത്ത് ഒരു സ്ത്രീ ശരീരം എന്ന് പറയുന്നത് വളരെ പവിത്രതയോടെ തൻ്റെ ഭർത്താവിൻ്റെ കാൽ കീഴിൽ മാത്രം സമർപ്പിക്കാൻ കൊണ്ട് നടന്നിരുത്തുന്ന ഇതൊന്നുമല്ല. ഈ സെക്സ് എന്ന് പറയുന്നത് ആഹാരം പോലെ, വെള്ളം പോലെ ശരീരത്തിൻ്റെ ഒരു ആവശ്യ ഘടകമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ബാംഗ്ലൂരൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. പിന്നെ ലിവിങ് ടുഗദറും പിന്നെ ഒക്കെ ഒരു വലിയ സംഭവമല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. അവരതിനെ അങ്ങനെ കാണുന്നുള്ളൂ. അവർ രാവിലെ ബാത്റൂമിൽ പോകുന്നത് പോലെ, ആഹാരം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ സെക്സ് ചെയ്യുന്നു. അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് ഒരു വട്ടം അവരത് ചെയ്യുന്നു, കളയുന്നു. അതുകൊണ്ട് അവർക്ക് കിട്ടുന്നത് വലിയ അവസരങ്ങളാണെങ്കിൽ അവരതിനെ എൻജോയ് ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു തലമുറ ഇന്ന് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പോഴും പല തന്തവൈബ് എന്ന് പറയും. ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഒരു വാക്കാണ്. തന്തവൈബിലാണ് ഈ പറയപ്പെടുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പല വെളിപ്പെടുത്തലുകളും വന്നിരിക്കുന്നത്. ഇത് അന്നത്തുള്ള ആളുകൾക്ക് ഇത് വലിയ തെറ്റായിരുന്നു, ഇന്നത് വലിയ തെറ്റല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അവിടെയും ചില പീഡന സാധനങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനൊന്നും തയ്യാറാകാതെ കലയെ സ്നേഹിക്കുന്ന, സിനിമയെ സ്നേഹിക്കുന്ന, അഭിനയിക്കണം, തനിക്ക് കഴിവിൽ കോൺഫിഡൻസ് ഉള്ള ചില ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ചില ഈ തന്തവൈബുള്ള ചില ആളുകൾ, അതായത് ഇവർക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല, പിള്ളേർ വരുമ്പോൾ അവരുടെ ഏജ് കാറ്റഗറിയോ അല്ലെങ്കിൽ അവരുടെ ഒരു വൈബിന് പറ്റുന്ന ഒരാളെ ആയിരിക്കും പിടിക്കുക. പക്ഷേ ചില പണ്ടകാലം തൊട്ടേ ഇതിങ്ങനെ അടക്കി വാഴുന്ന ചില അമ്മാവന്മാർക്ക് ഒരു തോന്നലുണ്ടാവും, ഒന്ന് മുട്ടിയേക്കാം. അങ്ങനെ മുട്ടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഈ പറയപ്പെടുന്ന വിവാദങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 4.5 വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ചു. അതിൽ നടപടി എടുത്തതിന് ശേഷം അടുത്ത ഒരു കഴിഞ്ഞ 4.5 വർഷത്തെ ഒരു അന്വേഷണ കമ്മിറ്റിയെ വെച്ച് കഴിഞ്ഞാൽ വേറെ ചില ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ ആൾക്കുണ്ടാവുക. അതൊരു പുരുഷന്മാരെ എല്ലാവരെയും വിളിച്ചിരുത്തി ചോദിക്കണം, നിങ്ങൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ. നോക്കൂ, പലരുടെയും കോടികൾ പോയിട്ടുണ്ടെന്നേ.
പലരും ഈ പറയപ്പെടുന്ന കൂടെ കിടന്നു കൊടുത്തിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഞാൻ പുറത്തു പറയും എന്ന് വിചാരിച്ച് പറയാതിരിക്കാൻ വേണ്ടി കോടികൾ കൊടുത്ത പല താരങ്ങളും പല പ്രൊഡ്യൂസർമാരും പല സംവിധായകരും പല ഇൻഡസ്ട്രികളിലുമുണ്ട്, പല മേഖലകളിലുമുണ്ട്. എല്ലാ മേഖലകളിലും ഇത് സംഭവിക്കുന്നുണ്ട്. കാലഘട്ടം മാറുകയാണ്. സ്ത്രീക്ക് പുരുഷനോടൊപ്പം തന്നെ പ്രാധാന്യം കൊടുക്കുകയും സമത്വം വേണമെന്ന് പറഞ്ഞ് വാദിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് കൊടുക്കുമ്പോൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ ഈ പറയപ്പെടുന്ന സിനിമാ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതലായിട്ടുണ്ട് തന്നെ. ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കട്ടെ, ഇന്നലെ വിനയൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. രോഹിത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിനയൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് പല വെളിപ്പെടുത്തലുകളും ഒക്കെ നടത്തിയത്. പക്ഷേ ഈ 15 അംഗ ആളുകൾ പവർ ഗ്രൂപ്പ് ആരെന്ന് ചോദിക്കുമ്പോഴും വിനയൻ പറയുന്നത് അതൊക്കെ നിങ്ങൾക്കറിയാം, ഞാനായിട്ട് അത് പറയേണ്ട കാര്യമില്ല. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നത് ഞങ്ങൾക്കറിയാത്ത പേരുകൾ ഉണ്ട്, അത് സാറ് പറയണം. ഇല്ല, ഞാനത് പറയില്ല, അത് ഹേമ കമ്മിറ്റി പറയാത്തിടത്തോളം കാലം എനിക്കത് പറയേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ ഒരു മന്ത്രി എടുത്തു ചോദിക്കുന്നുണ്ട്, അതൊരു കേന്ദ്രമന്ത്രിയാണോ സംസ്ഥാന മന്ത്രിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതൊരു സംസ്ഥാന മന്ത്രി എന്ന് പറയുന്നുമുണ്ട്. അപ്പോൾ ആ സംസ്ഥാന മന്ത്രിയുടെ പേര് പറയാൻ ഭയമില്ലാത്ത വിനയൻ എന്തുകൊണ്ട് ബാക്കി 14 പേരുടെ പേര് പറയുന്നില്ല? സംസ്ഥാന മന്ത്രിക്കെതിരെ തെളിവുകൾ പുറത്തുണ്ട്, മറ്റുള്ളവർക്കെതിരെ തെളിവുകളില്ല എന്നുള്ളതായിരിക്കും. ഇവർക്കറിയാം, ഇൻഡസ്ട്രിയിലുള്ളവർക്കറിയാം, പുറത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ 63 പേജ് മാറ്റിവെച്ചതിൽ ഈ 15 അംഗ പേരുകൾ ഉണ്ട് എന്നല്ലേ പറയുന്നത്? അപ്പോൾ ഈ 15 അംഗ പേരുകൾ പുറത്തു പറയാൻ മടിക്കുന്ന ഹേമ കമ്മിറ്റി എന്തിന് ആ റിപ്പോർട്ട് പുറത്തു വിട്ടു? അതല്ലേ ഏറ്റവും പ്രധാനം. ഇത് ഹേമ കമ്മിറ്റിക്ക് പേടിയില്ല. ഇത് കൊണ്ടുവന്ന് സാംസ്കാരിക വകുപ്പിൽ സമർപ്പിക്കപ്പെട്ടിട്ട് 4.5 വർഷം സർക്കാരിന്റെ പൊതുഖജനാവിൽ നിന്ന് പണമെടുത്ത് അന്വേഷണം നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ട് 4.5 വർഷം പൂഴ്ത്തിവെച്ചത് ആർക്ക് വേണ്ടി എന്ന ചോദ്യത്തിന്റെ ഉത്തരവാണെന്നല്ല വിനയം പറഞ്ഞത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് വേണ്ടി. കഴിഞ്ഞ 2 ടേമുകളിലായി ഇടതുപക്ഷത്തിന്റെ ലേബലിൽ മത്സരിച്ചു വരുന്ന ഒരു പ്രമുഖന് വേണ്ടി. ആ മന്ത്രി മാത്രമല്ലല്ലോ രോഹിത്തെ ഈ 14-15 പവർ ഗ്രൂപ്പിലുള്ളത്. ആ മന്ത്രിയെ മാത്രം സംരക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരും ഉണ്ടല്ലോ. മന്ത്രിയെ സംരക്ഷിക്കുകയല്ല, സ്വാഭാവികമായിട്ട് ഒരാളുടെ പേര് പറഞ്ഞാൽ ബാക്കിയുള്ളവരുടെ പേര് പറഞ്ഞല്ലേ പറ്റൂ. ഇവരാണ് പലരെയും താങ്ങി നിർത്തുന്നതെന്നേ. ഇപ്പൊ ഈ മന്ത്രിയുടെ പേര് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാ? വിനയൻ ആർജവത്തോടെ തുറന്നു പറഞ്ഞതുകൊണ്ടാ, അല്ലെങ്കിൽ തിലകന്റെ മകൾ ആർജവത്തോടെ തുറന്നു പറഞ്ഞതുകൊണ്ടാ, പലരും ആ പേര് പറയുന്നതുകൊണ്ടാ. പുള്ളി പറയുന്നുണ്ട് ഞാൻ ആത്മയിൽ അങ്ങനെ ആരെയും വിലക്കാറില്ല എന്നൊക്കെ. വിലക്കണ്ടെന്നേ, വിലക്കണ്ട. നോക്കൂ, ഈ പറയപ്പെടുന്ന മന്ത്രി മത്സരത്തിലിറങ്ങുമ്പോൾ ഈ ആത്മേനെ മുഴുവൻ താരങ്ങൾ വോട്ട് പിടിക്കാൻ വരണം. സ്നേഹം കൊണ്ട് വരുന്നവരും ഉണ്ടാവും, സ്നേഹമില്ലാതെ വരുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇത് ഇവിടൊക്കെ ഒരു മാടമ്പി സ്വഭാവത്തിലുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. നോക്കൂ, ഇതേ മന്ത്രി അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിട്ട് ഒരു സദാനന്ദപുരത്ത് ഒരു ആശ്രമമുണ്ട്, അവിടെ പോയിട്ട് സ്വാമിയെ തെറി വിളിക്കുന്ന കോഴിയിറച്ചി സ്വാമി ചിക്കൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നോക്കൂ, സ്വാമിമാർക്ക് ചിക്കൻ കഴിക്കാൻ പാടില്ല അങ്ങനെ നിയമം എവിടെയുള്ള കാട്ടാളനായ വാൽമീകി കാട്ടാളനായിരുന്നു പൂർവാശ്രമത്തിൽ. ഇദ്ദേഹത്തിന് ഒരു പൂർവാശ്രമമുണ്ട്, അത് അവരുടെ ആത്മീയമായ കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ എന്തിനാണ് ഈ പുള്ളി പോയിട്ട് ഷോ കാണിക്കുന്നത്? അതുപോട്ടെ, പുള്ളി മാത്രം പെർഫെക്റ്റും ബാക്കിയുള്ളവരെല്ലാം മോശക്കാരുമാണെന്നൊരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയിലും അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലുമുള്ള ഒരു മനുഷ്യനാണ്. സ്വാഭാവികമായിട്ടും ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതിനെ സംഭവിക്കാൻ പോകുന്നത് ഞാൻ പറയാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് കുറേ മാധ്യമങ്ങൾ നമ്മളടക്കം കുത്തിയിരുന്ന് ചർച്ച ചെയ്യും, കുറേ പ്രേക്ഷകരെ നമ്മൾ ആകർഷിക്കാൻ ശ്രമിക്കും. ഇതിവിടെ തീരും. സിനിമ മാറി. അത് ഞാൻ ഇപ്പോഴും ആണായിട്ട് പറയുന്നു. ഇതൊന്നും അല്ല, ഇവർ ഈ പറയുന്ന തന്തവൈബ് സിനിമകൾ കൾച്ചറേ മാറി, ആ സംസ്കാരമേ മാറി, സിനിമയുടെ സംസ്കാരമേ മാറി. നല്ല സിനിമകൾ ഇപ്പോഴും ഷൂട്ട് നടക്കുക. അവർക്കൊരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രശ്നമല്ല, ഒരു ഗണേഷ് കുമാറും പ്രശ്നമല്ല, ഒരു 15 അംഗ പവർ ടീമും പ്രശ്നമല്ല, ഒന്നും പ്രശ്നമല്ല. അവരവരുടെ രീതിക്ക് സിനിമ ഒന്നും, അവർ നീ നായരാണോന്നോ മുസ്ലിം ആണോന്നോ ക്രിസ്ത്യാനിയാണോന്നോ ഈഴവനാണോന്നോ ഹരിജനാണോന്നോ ഒന്നും നോക്കാതെ അവരൊരുമിച്ച് സിനിമ ചെയ്യുന്നു. നല്ല സിനിമകൾ പടച്ചുവിടുന്ന പുതിയ തലമുറ നമ്മൾ കുറ്റം പറയും. ലഹരി അഴിഞ്ഞാടുന്നു. ഇവന്മാർ കള്ളുപിടിക്കത്തില്ലായിരുന്നോ? അന്ന് കിട്ടാവുന്ന ലഹരി സിനിമയിൽ മാത്രമല്ലല്ലോ, എല്ലാ ഫീൽഡിലും ഇല്ലേ? ഈ പറയുന്ന ഉമ്മാരുടെ നല്ല കാലത്തിൽ ഉമ്മാർ ലഹരി അടിക്കുമായിരുന്നു. ഇപ്പോഴത്തെ തലമുറ അടിക്കുന്നു. ചിലപ്പോൾ അവരുടെ രീതികൾ മാറുന്നു എന്നുള്ളതേ ഉള്ളൂ, അവരുടെ വൈബുകൾ മാറുന്നു. അവർ പെൺകുട്ടികളുമായുള്ള സൗഹൃദത്തിന്റെ മാനം മാറുകയാണ്. നോക്കൂ, പണ്ടൊരു കാലത്ത് 2 പുരുഷന്മാരും ഒരു പെൺകുട്ടിയും അവരൊരുമിച്ചൊരു യാത്ര പോകുന്നു, സമ്മതിക്കുമായിരുന്നു. രാത്രികാലങ്ങളിൽ യാത്ര പോകാൻ സമ്മതിക്കുമായിരുന്നു. ഇന്നത്തെ കാലത്ത് പ്രശ്നമില്ല. മുഹമ്മദ് റിയാസ് അവിടെ ഇവിടെയൊക്കെ നടന്ന കാരവാൻ ടൂറിസവും നൈറ്റ് ലൈഫും ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. തന്നെ ഇത് കാലഹരണപ്പെട്ടിരിക്കുന്നു. പക്ഷേ സംഭവിച്ചതൊക്കെ സമ്മതമില്ലാതെ സംഭവിച്ചതിനൊക്കെ കണക്ക് പറയേണ്ടുന്ന സമയമാണ്. ഈ പല പൊയ്മുഖങ്ങളും അഴിഞ്ഞു വീഴേണ്ടതുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് രോഹിത് നേരത്തെ പറഞ്ഞൊരു വാക്ക് ഞാൻ എടുക്കുകയാണ്. പെണ്ണ് സമ്മതത്തോടെ കൂടെ കിടന്നാൽ അത് കുഴപ്പമില്ല,
സമ്മതമില്ലാതെ നിർബന്ധിച്ച് കൂടെ കിടത്തിയാൽ അത് പ്രശ്നമാണ് എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത്തരത്തിൽ കൂടെ കിടത്താൻ പാടില്ല എന്ന അഭിപ്രായക്കാരെയാണ്. സമ്മതത്തോടെ ഒരു പെണ്ണിന് എത്ര പേരെ വേണമെങ്കിലും സെക്സിനോ അത് അവളുടെ ഇഷ്ടമാണ്, അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ തലയിടാൻ മൂന്നാമതൊരാൾക്ക് ഒരിക്കലും അവകാശമില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പറയാം, ഒരു ഹേമ കമ്മിറ്റിക്കും അവകാശമില്ല, ഈ ലോകത്തുള്ള ഒരു മാധ്യമങ്ങൾക്കും നമുക്ക് ഉൾപ്പെടെയുള്ള ആർക്കും അവകാശമില്ല. പെണ്ണിന് താല്പര്യമുണ്ടെങ്കിൽ പുരുഷനോടും, പുരുഷന് താല്പര്യമുണ്ടെങ്കിൽ പെണ്ണിനോടും, രണ്ടുപേരുടെയും സമ്മതപ്രകാരം എന്തും ചെയ്യാം. അതിൽ മൂന്നാമതൊരാൾക്ക് കൈയടത്തേണ്ട ഒരു അവകാശവുമില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കൂടുതൽ ഇക്കിളിപ്പെടുത്തുന്ന റിപ്പോർട്ടുകൾ ഇതുപോലെ വരും വർഷങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാം.